ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പുറത്തിറക്കിയിട്ടുള്ള ഹാഫ് അണയുടെ വില വിവരങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. കൽക്കട്ട നോ മിൻറ്റ് മാർക്കാണ്. ബോംബെയും മിൻറ്റ് മാർക്കൊന്നുമില്ല. ഡയാമീറ്ററിലാണ് തിരിച്ചറിയുന്നത്. 29.50 mm തുടങ്ങി 30.50 mm വരെയുള്ള നാണയങ്ങൾ ബോംബെ മിൻറ്റിൻ്റേതാണ്. അക്ഷരങ്ങളെല്ലാം കൂടെ കയറി ഉടക്കുന്നതാണ്, സോറി. 1835 അച്ചടിക്കപ്പെട്ടുള്ള കോയിനുകൾ. അത് പ്രത്യേകിച്ച് നമ്മൾ മിൻറ്റ് മാർക്കോ ഒന്നും ശ്രദ്ധിക്കേണ്ട. 200 രൂപയിൽ തുടങ്ങി 500 രൂപ വരെ രണ്ടും ഒരു റേറ്റാണ് കൊടുത്തിരിക്കുന്നത്. അടുത്തതായി 1845 ഒരു കോയിൻ അച്ചടിക്കപ്പെട്ടിട്ടുണ്ട്. അത് റയർ കോയിനാണ്. 1000 രൂപയിൽ തുടങ്ങി 15,000 രൂപ വരെ വില ലഭിക്കുന്ന കോയിനുകളാണ്. വർഷം മാത്രം നോക്കിയാൽ മതി. അത് കൽക്കട്ടയിൽ മാത്രമേ മിൻറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളൂ. അടുത്തതായി വിക്ടോറിയ ക്യൂൻ ഹാഫ് അണ. കൽക്കട്ട ഡയാമീറ്റർ 31.00 ആൻഡ് 31.30 mm. ബോംബെ മിൻറ്റ് കോയിൻ ഡയാമീറ്റർ 30.40 mm കൂടാതെ 30.50 mm. മദ്രാസ് ഡയാമീറ്റർ 30.70 mm, 30.90 mm. ഇതിലിപ്പോൾ കൽക്കട്ട മിൻറ്റ് കോയിനാണെങ്കിൽ ഏറ്റവും വലിപ്പം കൂടുതലായിരിക്കും. രണ്ടാമത് മദ്രാസ് മിൻറ്റിൻ്റേതാണ്. അങ്ങനെയാണ് ഇത് തിരിച്ചറിയാൻ സാധിക്കുക. അല്ലെങ്കിൽ ഡയാമീറ്റർ അളക്കാൻ പറ്റുന്ന എന്തെങ്കിലും അളവ് നമ്മുടെ കയ്യിൽ കിട്ടണം. ഇപ്പോൾ നമുക്കിനി വിവരങ്ങളിലേക്ക് വരാം. 1862 അച്ചടിക്കപ്പെട്ടുള്ള നാണയങ്ങൾ. ബോംബെ, കൽക്കട്ട, മദ്രാസ് എന്നിവിടങ്ങളിൽ അച്ചടിക്കപ്പെട്ടിട്ടുള്ള കോയിനുകളിൽ ബോംബെ, മദ്രാസ് എന്നിവിടങ്ങളിൽ അച്ചടിക്കപ്പെട്ടിട്ടുള്ള കോയിൻ 200 രൂപയിൽ തുടങ്ങി 5000 രൂപ വരെയും. കൽക്കട്ട മിൻറ്റ് കോയിൻ റയർ കോയിനാണ്. 5000 രൂപയിൽ തുടങ്ങി എക്സ്ട്രാ ഫൈൻ കണ്ടീഷനിൽ 20,000 രൂപ വരെ ലഭിക്കും. UNC കണ്ടീഷനാണെങ്കിൽ അതിൻ്റെ വില അമൂല്യമാണെന്നാണ് ഈ 3 പൂവുകൾ കൊടുത്തിരിക്കുന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ചിലപ്പോൾ 1 ലക്ഷമാകാം, 2 ലക്ഷമാകാം, അത് നമുക്ക് പറയാനൊക്കത്തില്ല. അടുത്തതായി 1875 അച്ചടിക്കപ്പെട്ടിട്ടുള്ളത്. റയർ കോയിനാണ്. കൽക്കട്ടയിൽ മാത്രമാണ് മിൻറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. 7000 രൂപയിൽ തുടങ്ങി, അതും പറഞ്ഞ നമുക്ക് 1 ലക്ഷമോ 2 ലക്ഷമോ 5 ലക്ഷമോ വരെ വന്നേക്കാം UNC കണ്ടീഷനാണെങ്കിൽ. അടുത്തതായി 1876 250 രൂപയിൽ തുടങ്ങി 15,000 രൂപ വരെ വില ലഭിക്കുന്ന കോയിനുകളാണ്. അപ്പോൾ അടുത്തതായി വിക്ടോറിയ എംപ്രസ് ഹാഫ് അണയുടെ ഈ വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.